ഇന്ന് കേരളത്തിൽ പുതിയ ഇടതുപക്ഷ സർക്കാർ അധികാരമേൽക്കുകയാണ്. പുതിയ പ്രതീക്ഷകളും പുത്തൻ സ്വപ്നങ്ങളും ഒക്കെയായാണ് പുതിയ മന്ത്രിസഭ അധികാരത്തിലേൽക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം നിയുക്ത മന്ത്രി KT ജലീൽ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ്. എങ്ങനെയാണ് പുതിയ സർക്കാർ വരുന്നു, എന്തൊക്കെ പ്രതീക്ഷകളുണ്ട്? അഴിമതിരഹിതവും സ്വജനപക്ഷപാത രഹിതവുമായ ഒരു ഭരണമായിരിക്കും ഇടതുപക്ഷ സർക്കാരിൻ്റേത്. കേരളത്തിൻ്റെ മൊത്തം വികസനത്തെ, എല്ലാ പ്രദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനത്തിൻ്റെ വിശാലമായ ക്യാൻവാസിൽ പതിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പോവുക. ഒരു മതസമുദായ ജാതി വിഭാഗങ്ങളും അവഗണിക്കപ്പെടുന്ന പ്രശ്നമുണ്ടാകില്ല. അവർ അധിവസിക്കുന്ന മേഖലകൾ പിന്തള്ളപ്പെടുന്ന പ്രശ്നവും ഉണ്ടാവില്ല. കേരളത്തെ ഒന്നായി കാണാൻ, കേരളത്തിലെ ജനങ്ങളെ ഒന്നായി കാണാൻ ഇടതുപക്ഷ മുന്നണിക്ക് സാധിക്കൂ. ഒരുപക്ഷെ ഏറ്റവും ആഹ്ലാദകരമായൊരു ദിവസമാണ് ഇന്നത്തെ. കുടുംബമുണ്ടോ സത്യപ്രതിജ്ഞാ ചടങ്ങിന് കൂടെ? എല്ലാവരും വന്നിട്ടുണ്ട്. അവരൊക്കെ കോഫി ഹൗസിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. നിയുക്ത മന്ത്രി എന്നുള്ള നിലയിൽ ടൂറിസം വകുപ്പാണ് താങ്കൾക്കുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ടൂറിസം വകുപ്പിലെ പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ? വകുപ്പിനെ സംബന്ധിച്ച് പാർട്ടി ഇതുവരെ ഒന്നും ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടില്ല. 11 മണിയോട് കൂടിയിട്ട് അത് പാർട്ടി തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. അതിനുശേഷം മാത്രമേ അതേക്കുറിച്ച് പറയാൻ വേണ്ടി പറ്റൂ. മലപ്പുറത്ത് നിന്നുള്ള മന്ത്രി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു മധുര പ്രതികാരമാണ് എന്ന് പൊതുവിൽ ആളുകൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളത്? ലീഗിലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പദവി കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപാട് ആളുകളുടെ കയ്യും കാലും പിടിക്കേണ്ടി വരും, ഒരുപാട് ആളുകളെ പ്രീതിപ്പെടുത്തേണ്ടി വരും, ഒരുപാട് പ്രമാണിമാരുടെ സപ്പോർട്ട് നമുക്ക് ആർജിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കിട്ടുകയാണെങ്കിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ഇത് പക്ഷേ അതൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ നിർദ്ദേശമുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അത് CPIM-ൽ മാത്രമേ നടക്കൂ. ഓരോരുത്തരുടെക്കും അവരർഹിക്കുന്നുണ്ടോ എന്ന് നോക്കി CPIM നൽകും. അതിന് ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല, ശുപാർശയും നമ്മൾ നടത്തേണ്ട കാര്യമില്ല. ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു മന്ത്രി ലബ്ധി. CPIM-നോട് തീർച്ചയായും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഏതാണ് വകുപ്പ് എന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ചുകൊണ്ടുള്ള പരിപാടികൾ ആലോചിക്കുക എന്നതാണോ? തീർച്ചയായും പാർട്ടി ഏത് വകുപ്പ് ഏൽപ്പിച്ചാലും അത് ഉത്തരവാദിത്വത്തോടു കൂടി, വിശ്വാസ്യതയോടെ, സത്യസന്ധമായി, അഴിമതിമുക്തമായി ചെയ്യാനായിരിക്കും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. കഴിവ് കെട്ടവൻ എന്ന് ഒരുപക്ഷെ ആക്ഷേപം ഉയർന്നേക്കാം എന്നെക്കുറിച്ച്. എന്നാൽ ഒരിക്കലും ഒരു അഴിമതിക്കാരൻ എന്നുള്ള ആക്ഷേപം ഉണ്ടാവാതെ ഞാൻ നോക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിക്കാം. ഏതായാലും വളരെ അധികം നന്ദി. ഈ സമയത്ത് നമ്മളോടൊപ്പം പ്രതികരിച്ചതിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്.